ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് ഈ സമയം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബ്ലെസ്സഡ് are the pure in heart, for they shall see God. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഹൃദയശുദ്ധിയുള്ളവർ ആരോ അവർ ദൈവത്തെ കാണും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ദൈവത്തെ കാണുവാൻ ഒരു മനുഷ്യന് അനുവാദം നൽകുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു മാർഗവുമില്ല എന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചിന്തയിലേക്ക് ഒന്ന് കടന്നു പോകാം. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഏറ്റവും അധികം ആ മനുഷ്യന് കേടുവരുത്തുവാൻ കേട് സംഭവിക്കുവാൻ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. ഒന്ന് പറയാം. ഒരു മനുഷ്യന്റെ ശരീരത്തെ നല്ലതുപോലെ പഠിച്ചാൽ ആ മനുഷ്യന് തന്നെ കേടുവരുത്താൻ സാധ്യതയുള്ള 3 അവയവങ്ങളുണ്ട്. ഒരവയവം ഹൃദയമാണ്, മറ്റൊരവയവം നമ്മുടെ കൈയാണ്, മൂന്നാമത്തെ അവയവം നിങ്ങൾ പറയുമോ? ഇതിന്റെ രണ്ടിനെയും കൂടെ ഇടയിലാണ്. മനുഷ്യന്റെ ആദരം. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി അവയവങ്ങളുണ്ടെങ്കിലും നമുക്ക് തന്നെ ദോഷം വരുത്തുവാൻ സാധ്യതയുള്ള 3 അവയവങ്ങൾ, ഒന്ന് മനുഷ്യന്റെ ഹൃദയം, മറ്റൊന്ന് മനുഷ്യന്റെ കൈ, മറ്റൊന്ന് മനുഷ്യന്റെ ആദരമാണ്. ഈ 3നെയും കൂടെ ഞാനൊന്ന് താരതമ്യപ്പെടുത്തി നിങ്ങളുമായിട്ട് അല്പസമയം ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുകയാണ്. ഹൃദയം എന്ന് വിശുദ്ധ ബൈബിളിൽ 504 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദരമെന്ന് 98 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ, നമ്മുടെ കരങ്ങൾ എന്ന് 825 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 504 പ്രാവശ്യം നമ്മുടെ ഹൃദയത്തെ കുറിച്ചും 825 പ്രാവശ്യം കൈയെ കുറിച്ചും 98 പ്രാവശ്യം നമ്മുടെ ആദരത്തെ കുറിച്ചും പറഞ്ഞിരിക്കുമ്പോൾ ഇത് നിസ്സാരമല്ല. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ വായിച്ചല്ലോ മത്തായി 5-ാം അധ്യായം 8-ാം വാക്യം. അത് നമ്മുടെ കർത്താവായ യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ അവൻ പല കാര്യങ്ങൾ പറഞ്ഞതിലൊന്ന് പറഞ്ഞതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു മനുഷ്യൻ ആദ്യമായി തന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യനായി ഉരുവാകുമ്പോൾ ജീവൻ കയറുന്ന, ജീവൻ പ്രവേശിക്കുന്ന, ജീവൻ കടന്നു വരുന്ന ആ മനുഷ്യന്റെ ഭാഗം എന്ന് പറയുന്നത്, അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ്. ആ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് എന്തെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് മരിക്കുമ്പോൾ അവസാനമായി ജീവൻ ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതും ഹൃദയത്തിലെ ജീവനാണ്. അതുകൊണ്ട് ആദ്യമായി ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനിലേക്ക് ജീവൻ വരുന്നത് ഹൃദയമെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവസാനമായി അവനിൽ നിന്ന് ജീവൻ കടന്നു പോകുന്നതുമായ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരവയവമാണ് മനുഷ്യന്റെ ഹൃദയം. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. മറ്റൊരു സ്ഥലവും ശുദ്ധമല്ല എങ്കിലും കുഴപ്പമില്ല, ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ശിഷ്യന്മാര് ശരീരവൃത്തിയെ കുറിച്ച്, ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച്, കൈ കഴുകാതെ കഴിക്കുന്ന ആ ഒരു കാര്യം യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നമ്മുടെ വായിലൂടെ വയറ്റിൽ ചെന്ന് മലപ്പുരയിലേക്ക് പോകുന്ന
പദാർത്ഥങ്ങളല്ല നമ്മളെ മലിനമാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ മലിനമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങള് വായിച്ച് മുന്നോട്ട് കടന്നു പോകാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. സമ്പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, കരുതലോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ഏത് സമയവും നമ്മളെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകാൻ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കേരളത്തില് ഒരു 90% യുവതി-യുവാക്കന്മാരെ വഴിതെറ്റിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളുടെ അനന്തര പ്രവർത്തനമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ സൂക്ഷിക്കണം. പ്രിയ ദൈവമക്കളെ, എവിടെ നോക്കിയാലും ചൊവ്വല്ലാത്ത നടപടികളാണ് കാണുന്നതെന്ന് പോലും കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കട്ടെ. അവനവന് ബോധിച്ച വണ്ണം എന്തെങ്കിലും ചെയ്യുകയാണ്. അത് വ്യത്യാസമില്ല. പാസ്റ്റർമാരും അവരുടെ കുടുംബത്തിലുള്ളവരും കൂടെ അതിലേക്ക് കടന്നുപോയാൽ, അച്ഛന്മാരും അവരുടെ കുടുംബത്തിലുള്ളവരും കൂടി അതിലേക്ക് കടന്നുപോയാൽ പിന്നെ ആരെ കുറ്റം പറയണം? യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഹൃദയം എല്ലാത്തിനേക്കാൾ കപടവും വിഷമുള്ളതും അതാരഞ്ഞറിയുന്നവരാ. മനുഷ്യന്റെ ഹൃദയം കാപട്യമുള്ളതാണ്. മനുഷ്യന്റെ ഹൃദയം മ്ലേച്ഛകരമാണ്. മനുഷ്യന്റെ ഹൃദയം തിന്മയാൽ നിറയപ്പെട്ടതാണ്. ചെറിയ ഒരു കുട്ടിയെന്നോ ഒരു വലിയ പ്രായമുള്ള മനുഷ്യനെന്നോ വ്യത്യാസമില്ലാതെ ഹൃദയം വഷളത്വത്താൽ നിറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറഞ്ഞത്, സകല ജാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമുക്ക് കാക്കുവാൻ, നമ്മളെ കൊണ്ട് സ്വയം കാക്കുവാൻ, നമുക്ക് തനിച്ചു കാക്കുവാൻ മറ്റൊരു മനുഷ്യന്റെ സഹായത്താൽ കാക്കുവാനും എളുപ്പമല്ല. കാരണം ഹൃദയം അത്രത്തോളം പാപം മുറ്റുന്നതാണ്, തിന്മ നിറയുന്നതാണ്, വഷളത്വം പെരുകുന്നതാണ്, വഞ്ചിക്കപ്പെടുവാൻ എളുപ്പം സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 26-ാം വാക്യത്തിൽ കഴിവുള്ള ഒരുത്തൻ, തന്റെ ഇടമുള്ള ഒരുത്തൻ, പ്രാപ്തനായ ഒരു മനുഷ്യൻ നമ്മളോട് പറയാണ്, എന്റെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഹൃദയം എല്ലാത്തിനേക്കാൾ കപടമാണ്, വിഷമുള്ളതാണ്. സകല ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. എന്നാൽ നമ്മുടെ ബലഹീനത നിമിത്തം, നമ്മുടെ ദുർബലത നിമിത്തം, നമ്മുടെ പരിമിതമായ ജീവിത നിമിത്തം അതിന് കഴിയാതെ പോകുന്നതുകൊണ്ട് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ദൈവം ചോദിച്ചാൽ കൊടുക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, 2025-26 സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ് ടുമോറോ. എല്ലാ രീതിയിലും ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഈ മുന്നോട്ടുള്ള പോക്കനുസരിച്ച് കുട്ടികൾ 100% ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടാൻ, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത്രത്തോളം മോഹമാണ്, മോഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്തു മോഹം വന്നാലും, ആരാൽ മോഹിക്കപ്പെട്ടാലും
വഞ്ചിതരാകരുത്, വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കാർക്കും മറ്റൊരാളുടെ ഹൃദയത്തെ കാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. വീണ്ടും പറയുന്നു, കാക്കാൻ കഴിവില്ലാത്തവരോട് ചോദിക്കുകയാണ്, ഗിവ് മീ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം എനിക്ക് തരിക. കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യമായി ആ മനുഷ്യ ശരീരത്തിലേക്ക്, ആ മനുഷ്യനിലേക്ക്, ആ മനുഷ്യ ആത്മത്തിലേക്ക് ജീവൻ കടന്നു വരുന്നത് ഹൃദയത്തിലേക്ക്. ജീവിതത്തിന്റെ വിരാമത്തിൽ അവസാനമായി പോകുന്ന ജീവനും അവിടെ നിന്നാകയാൽ ആ ഹൃദയമാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജാഗ്രതയോടെ ഹൃദയത്തെ കാക്കണം. നമ്മളെ കൊണ്ട് കാക്കുവാൻ കഴിയാത്തതുകൊണ്ട് അതിന് കഴിവുള്ള ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം എനിക്ക് തരിക. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ നമ്മുടെ ഹൃദയം നല്ലതുപോലെയാകുവാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിന്റെ 10-ാം അധ്യായത്തിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽക്കുവാൻ വരുന്ന രേഹാബിന്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പരമാർത്ഥമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം എന്നോട് പരമാർത്ഥമായിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് സദൃശ്യം 4:23 കണ്ടു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. 2 സദൃശ്യം 23:26 മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. 3 2 രാജ 10:15 ഇങ്ങനെയാണ് ചോദിക്കുന്നത്, യുവർ ഹാർട്ട് ഈസ് റൈറ്റ്. നിന്റെ ഹൃദയം ശരിയാണ്, നിന്റെ ഹൃദയം നേരാണ്, നിന്റെ ഹൃദയം നേരെ ചൊവ്വയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയം എപ്പോഴും അപ്റൈറ്റ് ആയിരിക്കണം, ഒരു വളവില്ലാത്ത അവസ്ഥയിലായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന് വളവുണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഹൃദയത്തിന് കൂലി പിടിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഹൃദയത്തിന് നേരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനത്തെ സാഹചര്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്, യുവർ ഹാർട്ട് ഈസ് അപ്റൈറ്റ്. നിന്റെ ഹൃദയം വളവില്ലാതെ ഒരു പോരായ്മയില്ലാതെ നേരെയായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മറ്റൊരാളാൽ നാം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ളപ്പോൾ അതിൽ അകപ്പെട്ടു പോകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു ചെറിയ വളവുണ്ടെങ്കിൽ അത് വിധേയപ്പെടും. എന്നാൽ മറ്റൊരാളുടെ വഞ്ചനയ്ക്ക് മുൻപിൽ നമ്മുടെ ഹൃദയം ഋജുവായിട്ട്, സ്ട്രൈറ്റ് ആയിട്ട്, അപ്റൈറ്റ് ആയിട്ട് നേരെ ചുവടിയിരിക്കുകയാണെങ്കിൽ എളുപ്പം നമ്മുടെ ഹൃദയം അവന്റെ വഞ്ചനയിൽ വീഴുകയില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ആത്മീയരുടെ ജീവിതത്തിൽ അനുദിന സാധാരണമാണ്. ഇത് അച്ഛന്മാരുടെ ജീവിതത്തിൽ അനുദിന സാധാരണമാണ്. ഇത് പാസ്റ്റർമാരുടെ ജീവിതത്തിലും അനുദിന സാധാരണമാണ്. ആർക്കും ആരെയും, ആരുടെ കുടുംബത്തെയും, ആരുടെ മക്കളെയും നല്ലതുപോലെ നയിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സൂക്ഷിക്കണം. 2024-25 ഏതാണ്ട് ഈ മെയ് മാസം അവസാനിച്ച് ജൂൺ മാസം 1-ാം തീയതി ഇന്ന് ആരംഭിച്ചിരിക്കുമ്പോൾ
ഏതാണ്ട് നാളെ ആരംഭിക്കുമ്പോൾ ഇത്രയും സമയത്തിനിടെ പ്രിയ ദൈവമക്കളെ, ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ എത്ര യുവാക്കന്മാർ കേരളത്തിൽ വഞ്ചിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, നശിക്കപ്പെട്ടു എന്നുള്ള കണക്ക് നമ്മൾ നോക്കിയാൽ ഞെട്ടിപ്പോകും. 10-60 വയസ്സ് കഴിഞ്ഞവര് വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്കും വഴിക്കും പൊട്ടും തട്ടും ഒക്കെ കിട്ടി നിൽപ്പുണ്ട്. എന്നാൽ ഈ പ്രായപരിധിക്കുള്ളിൽ വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന കുട്ടികൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുട്ടികളെ ഓർക്കുമ്പോൾ, നിങ്ങൾ അവരെ ഒരുക്കുമ്പോൾ, നിങ്ങൾ അവരെ തയ്യാറാക്കുമ്പോൾ, നിങ്ങൾ അവരെ പറഞ്ഞയക്കുമ്പോൾ, നിങ്ങൾക്ക് അവർ നിർദ്ദേശം കൊടുക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്നെ കണ്ട് എന്റെ അടുക്കൽ നിന്ന് പോയതുപോലെ എന്റെ അടുക്കലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ കുട്ടിയോ ആമേൻ. പ്രിയ ദൈവമക്കളെ, രാവിലെ മാതാപിതാക്കളോട് എല്ലാ ഒരുക്കവും ഒരുങ്ങി ടാറ്റ പറഞ്ഞു പോകുന്നു. വൈകിട്ട് കേൾക്കുന്ന വാർത്ത വേറെ എവിടെയോ പോയി ടാറ്റ തിരിച്ചു കൊടുക്കുക. ഇത്രത്തോളം വർഷമായി നമ്മുടെ നാട് പോകുമ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് ഒരാൾക്ക് മാത്രം, എല്ലാവർക്കും ഇതുണ്ട്. എല്ലാവരുടെയും കുടുംബത്തിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എന്നെ പോലെയൊക്കെ ഈ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിന് ചിരുവിടെ മ്ലച്ഛതയാണെന്ന് സംശയിക്കാൻ കഴിയും. എവിടെയും ഒരുപോലെ മ്ലച്ഛതയാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. 33 വയസ്സുള്ള ഒരു മനുഷ്യനുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, മാത്യു സാറേ, ഈ പിള്ളേരെ മാനമര്യാദയായിട്ട് പഠിപ്പിച്ച് വളർത്തി ചീത്തപ്പേരില്ലാതെ ഒരാളുടെ കൂടെ പറഞ്ഞയക്കുന്നത് എന്റെ ആയുസ്സിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് അദ്ദേഹം എന്നോട് പറയാം. എനിക്ക് പ്രയാസം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ആ കടമ്പ കഴിഞ്ഞുകൊണ്ട് എനിക്കത്ര പേടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഹൃദയം നമ്മളെ ചതിക്കരുത്, നമ്മുടെ ഹൃദയം നമ്മളെ വഞ്ചിക്കരുത്, നമ്മുടെ ഹൃദയം നമ്മളെ കുരുക്കി കൊടുക്കരുത്. അതുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരവർ ദൈവത്തെ കാണും. സദസ്യവാക്യത്തിൽ സലോമൻ പറയുന്നു, സകല ത്യാഗിയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ള, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആവുന്നത്. വീണ്ടും പറയുകയാണ്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. അവസാനമായി നമ്മൾ കണ്ടു, ദൈവത്തിന് കൊടുക്കപ്പെട്ട ഹൃദയം. ദൈവം ചോദിക്കുകയാണ്, നൗ യുവർ ഹാർട്ട് ഈസ് റൈറ്റ് ഓർ അപ്റൈറ്റ്. വലിയ കുഴപ്പമില്ലാതെ നേരെയെങ്കിലും നമ്മുടെ ഹൃദയം പോയാൽ, നല്ലതുപോലെ ഒരു അപ്റൈറ്റ് ആയിട്ട് പോയില്ലെങ്കിലും ഒരു റൈറ്റ് ആയിട്ട് പോയാൽ അതെത്രയോ ഭാഗ്യകരമാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നമ്മൾ ജാഗ്രതയോടെ കാത്തു പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചാൽ, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചാൽ നിങ്ങൾ മറക്കരുത്, ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷണത്തിന്റെ വഴി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. അപ്പൊ നമുക്കറിയാം, ബാലന്റെ ഹൃദയത്തോടു കൂടെ പോഷത്വമുണ്ട്. നമ്മൾ ഓർക്കുന്നത് കൊച്ചു പിള്ളേര് അവരും അനുസരിക്കുന്നില്ല കേട്ടോ. അവരുടെ ഹൃദയത്തിലും പോഷത്വമുണ്ട്, അവരുടെ ഹൃദയത്തിലും അനുസരണക്കേടുണ്ട്, അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും തിരസ്കരണമുണ്ട്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞ മാതാപിതാക്കൾ രണ്ടുപേരെ ഒരുമിച്ച് ഒരു വീട്ടിലാക്കി പോകുന്നു. തിരിച്ചു വരുമ്പോൾ വഴക്കിന്റെ മേൽ വഴക്ക്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാണ്. യോസേപ്പ് ഈജിപ്തിൽ പോയി നാളുകളായി. തന്റെ അപ്പനും യോസേപ്പിന്റെ അനുജന്മാരുമെല്ലാം ജന്മനാട്ടിൽ പട്ടിണിയിൽ കിടക്കുകയാണ്, ദാരിദ്ര്യമാണ്. ആ സമയം താനിങ്ങനെ വാർത്ത കേട്ടു,
ഈജിപ്ത് സമർത്ഥമാണ്, അവിടുത്തെ മേലധികാരി എന്റെ മകൻ യോസേഫ് ആണെന്ന് അപ്പന്റെ കാലുകളിലേക്ക് ഒരു വാർത്ത വന്നു. യോസേഫിന്റെ സഹോദരന്മാരെ അപ്പനായ യാക്കോബ് ഈജിപ്തിലേക്ക് അയച്ചു. അവിടെ ചെന്ന് മാന്യമായി യോസേഫ് അവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ട എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഭക്ഷിപ്പാൻ കൊടുത്തിട്ട് വേണ്ടുവോളം ധാന്യശേഖരവുമായി അവരെ പറഞ്ഞയക്കുക. പറഞ്ഞ വീട്ടിൽ നിന്ന് ഒരു സെന്റ് ഓഫ് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക്, അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത് എന്ന് അവരോട് പറഞ്ഞു. കണ്ടോ, യോസേഫ് അവരെ പറഞ്ഞയക്കുക, നിങ്ങൾ വഴിയിൽ വെച്ച് എന്ത് ചെയ്യരുത്? ശണ്ട കൂടരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ തമ്മിൽ ശണ്ട കൂടരുത്. നിങ്ങൾ മാതാപിതാക്കളോട് ശണ്ട കൂടരുത്. നിങ്ങൾ മറ്റാരോടും ശണ്ട കൂടരുത്. നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ ശണ്ട കൂടാതിരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഹൃദയം പരമാർത്ഥമാണെങ്കിൽ വഴക്കുണ്ടാകാതിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വഴക്കില്ലാത്ത, തിരസ്കരണമില്ലാത്ത, അനുസരണക്കേടില്ലാത്ത, അഹങ്കാരമില്ലാത്ത, നിഗളമില്ലാത്ത, തിന്മയിലേക്ക് പോകാത്ത ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നമ്മൾ സൂക്ഷിക്കണം. ഗലാത്യലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗലാത്യലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ, പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: വലം കൈയുടെ തുണ, വലം കൈയുടെ സഹായം എന്ന് പറയാം. 2:9 എനിക്ക് ലഭിച്ച കൃപ തിരിച്ചറിഞ്ഞ് തൂണുകളായി അറിയപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും പരിച്ഛേദനക്കാരുടെ ഇടയിലും ഞങ്ങൾ ജാതികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണ്ണാബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ക്രൈസ്തവോ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ കരം ആരെയും ശപിക്കാനായിട്ട് ഉപയോഗിക്കരുത്. നമ്മുടെ ഈ കരം ആരെയും ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കരുത്. നമ്മുടെ ഈ കരം ഒരു കൂട്ടായ്മയുടെ കരമായിരിക്കണം. അതെ, അതുകൊണ്ടാണ് ദൈവമക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത്? കരം കൊടുത്ത് തുടർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ചിലര് കരം കൊടുക്കും, ചിലര് വിശുദ്ധ ചുംബനം കൊടുക്കും. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ കരം കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള കരമായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിന്റെ കരം പരാജിതമായി ഭക്ഷിക്കരുതെന്ന് വിലക്കിയ വൃക്ഷത്തിന്റെ ഫലം താൻ എന്ത് ചെയ്തു? തന്റെ ഭാര്യയിൽ നിന്ന് വാങ്ങി ആദാമിന്റെയും ഹൗവായുടെയും കരം ഏദൻ തോട്ടത്തിൽ കൂട്ടായ്മയുടേതല്ലാതെ പോയി. നമ്മുടെ സംഭവിക്കുന്നത് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കരം കൂട്ടായ്മയുടെ കരമായിരിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുക. വീഴുന്നവനെ താങ്ങുന്ന കരമായിരിക്കട്ടെ. വീട് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന കരമായിരിക്കട്ടെ. ചിലപ്പോൾ നമുക്കൊരു മനസ്താപം തോന്നും. ഞാൻ വേറൊരാളുമായി കഴിഞ്ഞ ദിവസം ഒരു വഴിയെ യാത്ര ചെയ്തിങ്ങനെ വരികയാണ്. ഞങ്ങളൊരു സ്വകാര്യ വണ്ടിയിലാണ് വരുന്നത്. ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഒരാൾ കള്ളു കുടിച്ച് അരയിൽ ഒരു ശകലം ഡ്രസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വഴിയിൽ കിടക്കുകയാണ്. ഒരു ലൈൻ ബസ് പോകുന്നു. ആ ലൈൻ ബസ്സിന് പോകാൻ പ്രയാസം. അവര് ആ ബസ് നിർത്തി മാറ് എന്ന് പറഞ്ഞു ഒത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞപ്പം ഇച്ചിരി ഇങ്ങോട്ട് മാറി. ഞങ്ങൾ ഓപ്പോസിറ്റ് വരുന്നു. ഞങ്ങളുടെ വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായില്ല. കണ്ടിട്ടൊരു സാധുവായ മനുഷ്യൻ. എന്നാണെങ്കിലും കുടിച്ചുകൂടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കാറിൽ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തെ റോഡിന്റെ സൈഡിലേക്ക് ഒരു വണ്ടി കയറി ചത്തുപോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് പിടിക്കാനായിട്ട് അടുത്ത് ചെന്നു. നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം, കൊടുത്താൽ പട്ടിക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പട്ടി ഞങ്ങളെ ഒരു 10 അടി അടുക്കൽ അടുപ്പിച്ചില്ല. അവസാനം ഒരു ഓട്ടോറിക്ഷയിൽ
ആ ഓട്ടോറിക്ഷക്കാരൻ വന്നു. ആ ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് ഒരുത്തൻ എഴുന്നേറ്റ് മാട എന്ന് പറഞ്ഞപ്പോൾ ആ ഓട്ടോയിലേക്ക് ഈ പട്ടി പോയി അയാളെ കടിക്കാൻ ചെല്ലുന്ന എവനോ തോന്നി. ഇയാള് കുടിച്ച് മത്തനായി വഴിയിൽ വാഹനത്തിന്റെ മുന്നിൽ കിടക്കുകയാണെങ്കിലും ആ വളർത്തുന്നായ സ്നേഹം കണ്ടിട്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ട് തിരിച്ചു പോകുന്നു. കാരണം ഈ പട്ടി കഴിച്ചാൽ പിന്നെ ഒന്നുമല്ലാത്ത ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പലപ്പോഴും കൊടുക്കുന്ന കൈ അത് നല്ലതാണ്. ഒരുപക്ഷെ ഈ പട്ടിക്ക് വേണ്ടി അദ്ദേഹം അതേപോലെ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹം ഇങ്ങനെയായിട്ടും അദ്ദേഹം പിന്നീട് ഞങ്ങൾ കേട്ട് ആ മനുഷ്യന്റെ കാലിൽ കൂടെ ഒരു കാറ് പിന്നീട് വന്ന് കയറി. കാറുകാരൻ തന്നെ മുത്തുറ്റുമായിട്ട് കൊണ്ടുപോയി. കാരണം നാട്ടുകാർ കണ്ടതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യണം, ചെയ്യാതിരിക്കരുത്. ഞാൻ ഇറങ്ങിച്ചത് പിടിച്ചു മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ആ പ്രദേശത്തുള്ളവർ പോലും അനുവദിക്കാതിരിക്കുകയാണ്. നമുക്കൊരു സഹതാപം തോന്നി. കാരണം കണ്ടിട്ട് ഒന്നുമില്ലാത്ത ഒരു സാധുവായ മനുഷ്യൻ, പക്ഷെ കുടിച്ചുപോയി വഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ജീവൻ പോകാതിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നമ്മൾ ജാഗ്രതയോടെ കാക്കണം. നമ്മുടെ കരം നമ്മൾ കാക്കണം. അത് മാത്രം പോരാ. മലാഖിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമ്മുടെ ആദരവും നമ്മൾ കാത്തുകൊള്ളണം എന്ന് വായിക്കുകയാണ്. മലാഖിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മലാഖിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം അതിന്റെ 16-ാം വാക്യം ഈ രണ്ട് ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ യാക്കോബിന്റെ അല്ലെങ്കിൽ യഹോവ ഭക്തന്മാർ അന്ന് പരസ്പരം സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആദരം നല്ലത് സംസാരിച്ചാൽ അത് ചെവിക്കൊള്ളുന്ന കേൾക്കുന്ന ഒരു ദൈവം. ഇന്ന് പ്രകാരം ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഹൃദയം ഈ ശരീരത്തിലെ വിലയേറിയ അവയവമാണ്. അതിനെ സൂക്ഷിക്കണം. നമ്മുടെ ആദരം വിലയേറിയ അവയവമാണ്. അതിന് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കരങ്ങൾ വിലയേറിയ അവയവമാണ്. അതിന് നമ്മൾ സൂക്ഷിക്കണം. ഈ മൂന്നിനെ സൂക്ഷിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി സമൃദ്ധമായി അനുഗ്രഹപൂർണ്ണമായിരിക്കട്ടെ. ഈ 3 അവയവത്തെ സൂക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം എനിക്ക് തരും. നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുവാൻ, നിർമ്മലമായിരിക്കുവാൻ, ശാശ്വതമായിരിക്കുവാൻ, കേടുകൂടാതെ കാക്കപ്പെടുവാൻ ആ ഹൃദയം എനിക്ക് തരിക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്ത്, നമ്മുടെ കരങ്ങൾ കർത്താവിന് കൊടുത്ത്, നമ്മുടെ അതരങ്ങൾ കർത്താവിന് കൊടുത്ത്, നമ്മുടെ ഈ ശരീരത്തിലെ ഈ 3 പ്രധാനപ്പെട്ട അവയവങ്ങളെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സർവ്വകൃപാലുവായ കർത്താവ് നമ്മളെ എവിടെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.